അഷ്കർ, പല സസ്പെൻസുകളും കാത്തുവെച്ചിട്ടുണ്ട് അൻവർ എന്നാണ് അനുയായികൾ പറയുന്നത്. ഇപ്പോൾ സുഗു ഉൾപ്പെടെയുള്ളവർ പറയുന്നതും അതുതന്നെയാണ്. DMK-യുമായി ഏതായാലും സഖ്യത്തിലായി കഴിഞ്ഞു എന്നുള്ള സൂചനകളാണ് ആ കൊടിയുടെ നിറവും ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നുകയും ചെയ്യുന്നത്. എന്ത് സസ്പെൻസ് ആയിരിക്കും അൻവർ കാത്തുവെക്കുക എന്നൊരു ചോദ്യമുണ്ട്. ഇതുവരെ ഉന്നയിച്ച വിഷയങ്ങൾ തന്നെ ആയിരിക്കുമോ ഈ വിശദീകരണ യോഗത്തിലും അല്ലെങ്കിൽ സമ്മേളനത്തിലും പറയുക, അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ ഉണ്ടോ എന്നത് കൂടിയൊരു ആകാംക്ഷയാണ്. വിനിത, ചെന്നൈയിലെത്തിയ താൻ ചെന്നൈയിൽ പോയിരുന്നുവെന്നും അവിടെ നടത്തിയ ചില കൂടിക്കാഴ്ചകൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നുവെന്നാണ് പി വി അൻവർ വെളിപ്പെടുത്തിയത്. എന്നാൽ ആരൊക്കെയുമായി കൂടിക്കാഴ്ച നടത്തി അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യം വെളിപ്പെടുത്താൻ പി വി അൻവർ തയ്യാറായിരുന്നില്ല. പക്ഷെ നമുക്ക് ലഭിച്ചിരുന്ന വിവരം, ഇല്ലെങ്കിൽ MK സ്റ്റാലിനുമായി തന്നെ പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഇന്ന് വൈകുന്നേരം മഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ചത് വിശദാംശങ്ങൾ വ്യക്തമാക്കുമെന്നുള്ള പ്രഖ്യാപനം പി വി അൻവർ നടത്തിയത്. ഈ രാഷ്ട്രീയ വേദിയെ പരമാവധി ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് പി വി അൻവർ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല DMK-യുടെ ചില നിരീക്ഷകർ ഇന്ന് ഈ DMK-യുമായി സഖ്യകക്ഷത്തിലാവുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DMK-യുടെ തന്നെ ചില നിരീക്ഷകർ ഈ വേദിയിലേക്ക് എത്തുമെന്നും അവർ സ്റ്റേജിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും വേദിയിലും എത്തുമെന്നും ഈ പരിപാടി നിരീക്ഷിക്കുമെന്നും അൻവർ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം എന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയമായുള്ള തന്റെ മുന്നോട്ട് പോക്കുള്ള വഴിയൊരുക്കാൻ വേണ്ടി കൂടിയാണ് ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് പി വി അൻവർ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങൾ, വെളിപ്പെടുത്തലുകൾ തന്നെയായിരിക്കും ഇതിനുണ്ടാവുക. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തുള്ള അതൃപ്തിയുള്ളവരെയൊക്കെ തന്നെ തന്റെ കൂടെ നിർത്താൻ ആവശ്യമായ രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരിക്കും പി വി അൻവർ നടത്തുക. അതിലേറ്റവും പി വി അൻവർ ഉപയോഗിക്കാൻ പോയത് ആയുധം താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും പാർട്ടി മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് പി വി അൻവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അതിനോടൊപ്പം തന്നെ സംഘപരിവാർ വിരുദ്ധ നിലപാടിൽ നിന്നും ഇടതുപക്ഷം പിണറായിയും ഒക്കെ വഴിമാറിപ്പോയിരിക്കുന്നു. ആ നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നത് MK സ്റ്റാലിൻ അടക്കമുള്ള DMK-ആണ്. അതുകൊണ്ടാണ് താൻ DMK-യുടെ അടുക്കലേക്ക് പോകുന്നത് എന്നുള്ള ഒരു ചിത്രം, അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ആളുകളിലേക്ക് എത്തിക്കാനും അതിലൂടെ പരമാവധി അതിനന്തര ഫലങ്ങൾ നേടിയെടുക്കാനും തന്നെയാണ് പി വി അൻവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. പിണറായി വാസ് MK സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു താരതമ്യത്തിലുള്ളൊരു അന്തരീക്ഷം ഒരുക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പി വി അൻവർ ചെയ്തിരിക്കുന്നത്. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ ദക്ഷിണേന്ത്യയിൽ തന്നെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും മുന്നിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് MK സ്റ്റാലിൻ. ലീഗുകാർക്കാണെങ്കിലും കോൺഗ്രസുകാർക്കാണെങ്കിലും CPM-മാർക്കാണെങ്കിലും ഒരുപോലെ തന്നെ പ്രിയങ്കരനായ ഒരു നേതാവ് കൂടിയാണ് MK സ്റ്റാലിൻ. അത്തരമൊരു സാഹചര്യത്തിൽ MK സ്റ്റാലിന്റെ പിന്തുണ തനിക്ക് രാഷ്ട്രീയമായ നേട്ടമുണ്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ പി വി അൻവറിനുണ്ട്. ആ സാധ്യത ഉപയോഗിക്കാൻ തന്നെയാണ് പി വി അൻവറിന്റെ ഇപ്പോഴത്തെ നീക്കം. കേരളത്തിലെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാവുകയാണെങ്കിൽ മറുപക്ഷത്തുള്ളവരും അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലുള്ളവർക്കും ഒക്കെ തന്നെ തന്റെ ആശയത്തെ പിന്തുണയ്ക്കുന്നവരാണെങ്കിൽ പോലും പി വി അൻവറെ കൂടിച്ചേരുക എന്നുള്ള വെല്ലുവിളിയാവും. ഇത് കേരളത്തെ പുറത്തു നിന്നുള്ള ഒരാളാവുമ്പോൾ, പ്രത്യേകിച്ച് എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളാവുമ്പോൾ അയാളുടെ കൂടെ പി വി അൻവറും എത്തുമ്പോൾ കൂടെ കൂടാൻ ആളുണ്ടാകുമെന്ന് തന്നെയാണ് പി വി അൻവർ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് മലപ്പുറം ജില്ല കഴിഞ്ഞാൽ സംസ്ഥാനത്തെ മറ്റ് 13 ജില്ലകളിൽ കൂടി താൻ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം നടത്തുമെന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് പി വി അൻവർ പോകാനും കാരണം. ഈ ഇന്നത്തെ യോഗത്തിന് ശേഷം DMK-യുടെ കൂടുതൽ നേതാക്കളെ കൂടി വേദികളിലേക്ക് എത്തിക്കാനാണ് പി വി അൻവർ ആഗ്രഹിക്കുന്നതും കണക്ക് കൂട്ടുന്നതും. പക്ഷേ അതിൻ്റെയൊക്കെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് തമിഴ്നാട് DMK നേതൃത്വം കൂടിയാണ്. കാരണം സഖ്യകക്ഷി ആകാനുള്ള പി വി അൻവറിന്റെ അഭിപ്രായത്തിൽ വാക്കാലുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ പി വി അൻവർ ലഭിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് രേഖാപരമായ ഒരു ഉറപ്പ് പാർട്ടി കേന്ദ്രത്തിൽ നിന്നും വരണം. DMK ഇതുവരെ ഔദ്യോഗികമായി കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിട്ടുമില്ല. പക്ഷെ അത് വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പി വി അൻവർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ പാർട്ടി സമ്മേളനത്തിന് ശേഷം DMK-യുടെ തമിഴ്നാട് നിന്നുള്ള നിരീക്ഷകർ കൃത്യമായ റിപ്പോർട്ട് പാർട്ടിക്ക് നൽകിയേക്കും. ആ നിരീക്ഷകരുടെ വിലയിരുത്തൽ കൂടി അടിസ്ഥാനമായിട്ടായിരിക്കും DMK തീരുമാനമെടുക്കുക. മാത്രമല്ല തമിഴ്നാട് DMK-യും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു സാധ്യത മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഒരു ദേശീയ പദവി ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് DMK. തമിഴ്നാടിന് പുറമെ മറ്റൊരു സംസ്ഥാനത്തേക്ക് നിശ്ചിത ശതമാനം വോട്ട് ശതമാനം അല്ലെങ്കിൽ ജനപ്രാതിനിധ്യമോ ലഭിക്കുകയാണെങ്കിൽ ദേശീയ പാർട്ടി പദവിയിലേക്കുള്ള DMK-ക്കുള്ള ഒരു മുതൽക്കൂട്ടാവും. അത് പി വി അൻവറിലൂടെ സാധ്യമാവുമോ എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ DMK കേന്ദ്രങ്ങളും ആരായുന്നത്. അതിന് ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ള തമിഴ്നാട്ടിൽ തന്നെ ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ളവർക്ക് അത്തരമൊരു രാഷ്ട്രീയ താല്പര്യം കൂടിയുണ്ട്. അഥവാ DMK-യെ ഒരു ദേശീയ പാർട്ടി പദവിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതിന് പി വി അൻവർ വഴി സാധ്യമാവും എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം. അങ്ങനെ പരസ്പരം നേട്ടത്തോടു കൂടിയുള്ള ഒരു രാഷ്ട്രീയ ഐക്യം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സഖ്യം സാധ്യമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതിന് പല കോണുകളിൽ നിന്നും പല വീക്ഷണങ്ങൾ ഉയരുന്നു. എന്തായാലും പി വി അൻവർ ചടുലമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വിനീത, അതെ, ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മഞ്ചേരിയിൽ പൊതുസമ്മേളനം തുടങ്ങും. എന്താണ് അൻവർ ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ഉയർത്തുന്ന നയങ്ങൾ എന്നതൊക്കെ തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.